ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പം നമ്മൾ മഴയെല്ലാം പെയ്ത് ഇന്ന് നല്ല ആവേശത്തിലാണ് കേട്ടോ. നമ്മളെ നാട്ടിലുള്ളവരും എല്ലാവരും നല്ല ആവേശത്തിലാണ്. അപ്പം വീശ് നടന്നുകൊണ്ടിരിക്കുക നമ്മളെ മോട്ടോറുടെ വാതിക്ക്. അപ്പം അനിയപ്പാണൻ ഇപ്പം തകർത്ത് വാരി ഒരു സിലോപ്പീനെ ക്യാച്ച് ചെയ്തിരിക്കുക. അനിയപ്പാണ് വലിയ പാരലി ചെമ്പല്ലി മലക്കകത്ത് പിന്നെ വേണം. ചെമ്പല്ലിയാണ് ഈ കിടക്കുന്ന വയമ്പ് കേട്ടോ. വയമ്പ് വള്ളത്തിൽ നമ്മളത് അണ്ണനൊക്കെ വീശുന്നുണ്ട് കേട്ടോ. മാറപ്പാടിനൊക്കെ വീശുന്നുണ്ട്. തകർത്ത് വരുക. ഇത് യൂട്യൂബിൽ ഇടുന്നതാണോ? ആ അതെ അതാ. അജാനാണോ ബക്കറ്റ്? ആ ഇത് ചെമ്പല്ലി. ഇത് ചെമ്പല്ലി കേട്ടോ. ചെമ്പല്ലി, കോല, വയമ്പ്. ഈ പൊടിയെ പിടിച്ച് കേസാവെന്ന് പറഞ്ഞാലേ ഈ വയമ്പൊക്കെ ഈ വലിപ്പം ആകത്തുള്ളൂ കേട്ടാ. ഇതിനെക്കാട്ടി ഒരു ഇച്ചിരിയുടെ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതാണ് ഇത് കുറുവ. വേറെ എന്നാ ഉള്ള ഇതെല്ലാം കോലാന. ഒരു മുരശ് പോലും ഇല്ല ചായ ഒന്ന് കാണിക്കാനായിട്ട്. അല്ലല്ല ഇത് പോലെ. മുരശിനെ കിട്ടിയടാ. ഇത് എപ്പോ എങ്ങനെ കാണിക്കാനാ? ഇത് 3 എണ്ണം കോല, 1 മുരശ. അത് കാണിച്ചു തരാം. എടാ ഇതൊന്ന് പിടിച്ചോടാ. ചുണ്ടി കമന്നിരിക്കുന്നത് ഇത് കണ്ട, ചുണ്ടി കമന്നിരിക്കുന്നത്. അതുപോലെ മേച്ചുണ്ടില്ലാത്ത ഇത് ആണ് മുരശെന്ന് നമ്മൾ പറയുന്നത്. ഇത് മുരശ്, ഇത് കോല. ഇതിന് മറ്റേ മുതലയുടെ കണക്ക് തന്നെ വരുന്ന പോലും ഇല്ല. കണ്ട, മുതലയുടെ കണക്ക് തന്നെ. ഇത് തന്നെ, ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. കണ്ട, ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒന്നാന്ന് തോന്നും. ഇത് മുരശ്, ഇത് കോല. പിന്നെ വയമ്പ് എല്ലാവർക്കും അറിയാമല്ലോ. നല്ല അടിപൊളിയാണ്, പറ്റിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായത്. പരലുണ്ടോ? പരല് പരല് പണ്ടൊക്കെ ഒരുപാട് വീശിക്കൊണ്ടിരുന്ന ആളാണ് കേട്ടോ. ഇപ്പം വയ്യ. അത് കാരണം വീശാനൊന്നും പോണില്ല. കുറേയും പിടിച്ച് വീശി കണ്ടോണ്ട് നിൽക്കുക അല്ലേ? ഇല്ലെങ്കിൽ ഒരു മഴ പെയ്തോണ്ട വീശി വലയായിട്ട് ഫസ്റ്റിൽ ഇവിടെ വരുന്ന ആളാണ്. എന്തോ വല എടുത്തിട്ടുണ്ട്. എന്തോ ഒരു വാങ്ങുകൾ പോലെ. അല്ല, പോളയ്ക്ക് വേണ്ടിയാ വീശ്. കുടക്കുണ്ടോ? അപ്പുറം വീശ, അവിടെയും വീശ നടന്നേ. ചുരുണ്ട് പോണ വലക്കാത്തായിരിക്കൂടാ ചിലപ്പം മീൻ വീഴുന്നു. വൃത്തിയായിട്ട് ചെയ്യുന്ന കാര്യത്തിന് ഒന്നുമില്ല. ചെമ്പല്ലി വരുന്നുണ്ടല്ലോ. 1 ചെമ്പല്ലി, ഒരു ചെമ്പല്ലി. ഇതില്ല, അത് ഇനി വിറപ്പനെ ഒന്ന് കളിച്ചാൽ. ഇത് വിറപ്പനാകണ്ട, അത് വയമ്പല്ല. ഇത് വിറപ്പൻ. നമ്മുടെ കടലിലെ ചൂട എന്ന് പറയുന്നത്. ചൂട അത് തന്നെ പോലുള്ള സാധനം. കായലിലെ ചൂട. ഇത് ചൂട, ഇത് വയമ്പ് കേട്ടോ. ഇതിന്റെ വ്യത്യാസം കണ്ടോ? ഇത് കടലിലെ കൊഴുവ. കടലിൽ കൊഴുവയല്ലേ? ഇത് കടലിലെ കൊഴുവെന്ന് പറയും, നമ്മൾ ചൂടെന്ന് പറയും. രണ്ടും ഒരേ. ഇത് വയമ്പ് ഉണ്ടോ? കടല് ആണ്. പിന്നെ നമുക്ക് കടലുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട്
ഇത് അറിഞ്ഞില്ല കേട്ടാ, അറിഞ്ഞില്ല. വെട്ടറിഞ്ഞിൽ നിന്ന് വലുത് വരും, ഇത് അറിഞ്ഞില്ല. താഴ്ചക്കൊക്കെ നല്ല വലിയ അറിഞ്ഞിൽ വരും, വെട്ടറിഞ്ഞില്ലെന്ന് പോളയല്ല, പ്ലാസ്റ്റിക് അല്ലല്ലോ അല്ലേ ചേട്ടാ? പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ കരയ്ക്ക് തന്നെ ഇടുന്നുണ്ട് കേട്ടാ, കിട്ടുന്ന പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ കരയ്ക്ക് തന്നെ ഒഴുക്കിലെങ്കിലും പോകില്ലേ. നമ്മളെ അനിയപ്പാണ്ണൊക്കെ കിട്ടിയ ചേട്ടാ, സിലോപ്പി. അനിയപ്പാണ്ണൊക്കെ ഈ വലത്ത് സൈഡിലാണ് നിൽക്കുന്നത്. ഈ വലത്ത് സൈഡിൽ സിലോപ്പിയ കൂടുതൽ വരുന്നതെന്ന് സിലോപ്പി 2 എണ്ണം. അണ്ണാ ഇത് പൂളാൻ തന്നെയാണോ അതോ വേറെ ഐറ്റമാണ്? പൂളകനല്ലേ ഇത്? പൂളകനാ കേട്ടാ, പൂളകൻ. ഈ പള്ളത്തി ഉണ്ട, ഹെവി പള്ളത്തി. അത് ഹെവി ആണോന്ന് അറിയണമെങ്കിൽ വേറൊരു വള്ളത്തിൽ കൂടെ വന്നാലേ അറിയത്തുള്ളൂ. നല്ല വലിപ്പമുള്ള വള്ളത്തി അതല്ലേ, വലിയ വെള്ളത്തി വായമ്പ്. അപ്പം വീശാനായിട്ട് പത്തനംതിട്ടയിൽ നിന്നൊക്കെ ആള് വന്നിട്ടുണ്ട്. വീശാനൊക്കെ പത്തനംതിട്ടയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നിരിക്കുക. അല്ല നിങ്ങൾ പത്തനംതിട്ടയല്ലേ വീശാൻ വന്നതാണ്? വീശാൻ പഠിപ്പിക്കോ? എനിക്ക് വീശാൻ അറിയത്തില്ല, എനിക്ക് വീശാൻ അറിയത്തില്ല. ഞാൻ മീൻ പിടിക്കാൻ പോകും. ഏത് ചാനലാ? അപ്പാപ്പി ഫിഷിംഗ് ബ്ലോഗ്. ഞങ്ങളുടെ എല്ലാം ഫോട്ടോ വരും. ഈ പറയുന്ന എനിക്ക് വീശ അറിയാമല്ല, ഞാൻ ഇറങ്ങി പിടിക്കും. ആണോ? കാണുമ്പോഴേ അറിയാം. നിങ്ങൾ നല്ല വീശായിരുന്നു അല്ലയോ? അത് നല്ലൊരു വീശായിരുന്നു. ഇവിടെ നിങ്ങൾ വന്നപ്പോഴത്തേനും ഹൗസ് ബോട്ട് വന്നതാണ്. ഹൗസ് ബോട്ട് കാണാൻ വന്നേ അതോ? നല്ല സമയമാണല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് വരിക, മഴ പെയ്യാൻ കൂടെയായിരുന്നു. തുടക്കിയാ ചുരുക്കാലെ പിടിച്ചു, ചുരുക്കാലുണ്ടോ? അത് തന്നെ. വല ഉടക്കിയതാ കേട്ടോ, വല ഉടക്കിയതാ. അത് ഇറങ്ങി എടുക്കുക. കുറ്റമുണ്ടോ ചായ അവിടെ? അവിടെ സ്ലാവിന്റെ കാലിൽ പോത്തില്ല. എത്ര പോത്തില്ല. ചെമ്പല്ലി ഒന്നൂറ്റ ഇവിടുത്തെ കിടക്കുന്ന ആ കറുത്തത് കല്ലേമുട്ടി എന്നെല്ലാം പറയും. അതിനകത്തോടും താഴ്ന്നു പോയാൽ മുഖം മേലെ പൊങ്ങുള്ളൂ കേട്ടോ. ഞാൻ വരികയല്ല, മോട്ടോർ ഓടിക്കാൻ പോവാ. നമ്മുടെ ഈ മോട്ടർ ഓടിയാലേ മീൻ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഡ്രൈവർ സാർ ഇതാ, മോട്ടർ ഓടുമ്പോഴേ വെള്ളം അങ്ങോട്ട് വരാൻ നേരത്ത് മീനെല്ലാം ഈ വെള്ളം തള്ളിപ്പോണേൻ്റെ അങ്ങോട്ട് ഈ മീൻ വരും. അപ്പോഴാണ് നമ്മളെ മീൻ വരും, അടുക്കും. അപ്പോഴാണ് നമ്മൾ വീശുന്നത്. പറയണം വിജയവാഡ കേട്ടോ. 2 മണിക്കൂറായി ഇവിടെ നിൽക്കാന്ന് പറയാം. മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. വെള്ളം തള്ളി വെള്ളം തള്ളി. അവിടുന്ന് എക്സിസ് ഇങ്ങോട്ട് ഇറക്കുക. അത് കറങ്ങി വരത്തേ ഉള്ളു, ഇനി നീ തള്ളിയിട്ട് കാര്യമില്ല. ഒരു പീസിൽ കക്കയും ഉണ്ട്, മീനും ഉണ്ട് കേട്ടോ.
എല്ലാ ദിവസവും കിട്ടുക ഇറച്ചിയാ കിടക്കുന്നത് ഇതുണ്ടില്ലേ ഈ ഇറച്ചിയാ തിന്നുന്ന മനുഷ്യൻ. ഇതിപ്പം കക്ക എറിഞ്ഞ് പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട. അത് അങ്ങോട്ട് ഇട്ടാ മീൻ തിന്നോളും. തീറ്റയാ മീൻ കേട്ടാ. തൂളിയുണ്ട്, തൂളിയുണ്ട്. തൂളി, വയമ്പ്, വള്ളത്തി, വെള്ളത്തി. ഈ ചേട്ടൻ നല്ല അത് ഞങ്ങൾ വന്നതിന്റെ അനുഗ്രഹമാണോ? വീഡിയോ എടുക്കടാ. അത് തൂളി വീഡിയോ എടുക്കത്തില്ല. വയമ്പെല്ലാം വലിയ വയമ്പാണ്. അത് പള്ളത്തി, അത് പാണം പള്ളത്തി. ആർക്കറിയാം ഇടുവോ ഇല്ലയോ? നല്ല ഭംഗിയാ കേട്ടോ ഇത് കാണാൻ. ഇതോ ചോദിച്ചാൽ കമ്പിയാണോ കോൺക്രീറ്റ് ആണോ അടി ചെയ്തിരിക്കുന്നത്? ഇത് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിന്റെ കമ്പിയായിരിക്കും. ആ ഒരു പണി കൂടെ കിട്ടിയിട്ടുണ്ട്. എന്റെ മേളിൽ കൂടെ വീശിയപ്പോഴേ ഇവിടെ നിന്ന് വീശാൻ പറ്റുമോ നോക്കണ്ടേ? ഉണ്ടോ അപ്പുറം പോളത്തോരം വെക്കാനുള്ള സാധനം കിട്ടിയെന്നാണ് പറയുന്നത്. കാണിച്ചു തരാം. അവരെല്ലാം കളിയാക്കുവാണല്ലോ പോളത്തോരനാന്നും പറഞ്ഞ്. പോളയുടെ അകത്ത് വീശി. എന്നിട്ട് ഞങ്ങക്ക് വയമ്പുണ്ട്. തൂളി വീട്ടിൽ നിന്നായിട്ട് പിണങ്ങി വന്നു. തൂളി തള്ളയോട് പിണങ്ങി വന്ന തള്ള കൊടുക്കാതെ ആരോ. വയമ്പിനെ വിഷയമുള്ള ഫിഷറീസുകാരിങ്ങ് വരുവാ. പോച്ച വാവ്. നമ്മുടെ ഈ വെള്ളത്തിന്റെ തള്ളു കാരണം വല താഴത്ത് ചെല്ലാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടാ. ഇവിടുന്ന് വെള്ളം തള്ളുന്ന കാരണം മണി വെയിറ്റ് കൂടുതലാണെങ്കിൽ മാത്രമേ താഴത്ത് ചെല്ലത്തുള്ളൂ. ഉടക്കി
രണ്ടാമത് തുടക്കാണോ? ആഴമുണ്ട്, പക്ഷെ എല്ലാവർക്കും നീന്തലറിയാം. ആ, അതിനകത്ത് തൂളിയുണ്ട്, അതിനകത്ത് തൂളിയുണ്ട്, അതിനകത്ത് തൂളിയുണ്ട്. പോത്തില്ലയോ? തൂളി തൂളി എന്നാലും ഇന്നത്തെ ഇറക്കാൻ തെറ്റില്ല. അതെന്താ സാധനം? അത് തൂളി. തൂളിയും പുല്ലനും എല്ലാം പറയത്തില്ലടാ. അപ്പം തൂളി ഏതാ? ഒരു വ്യത്യാസവും ഇല്ല, രണ്ടിനും മുള്ളുണ്ട്. നമ്മുടെ ബ്ലോഗിലൊക്കെ വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മഴക്കാലത്ത് ഊത്ത ഇളകുക എന്ന് പറഞ്ഞൊരു ബഹളം എല്ലാവരും പറയുന്ന, ഒരുപാട് മീൻ കിട്ടും എന്നൊക്കെ പറയുന്ന ഈ പരിപാടി തന്നെ കേട്ടാ. ഈ വീശ്, ഉടക്കുവല, കൂട്, വീണില്ല പൂള വീണില്ല. രമീഷേ, രമീഷേ, വെള്ളത്തിൽ ചാടറ ഉടക്കാന്ന്. സജി അണ്ണാ തയ്യാറാ അണ്ണാ? വീടല്ലേ അതെ. കമ്പിയാണേ. പോയില്ല. ഞാൻ ഓരോ അങ്ങോട്ട് ശകലം മാറിയ കോലാനും മുരശും വലിയ മുരശ ഇപ്പം കിട്ടിയാട്ടാ. രണ്ട് സിലോപ്പിയുടെ കിട്ടിയാ പോകാറുന്ന എന്നാ പറഞ്ഞ? എത്ര കിട്ടിയാലോ ആക്രാന്തത്തിന് സജിയണ്ണൻ്റെ ഫസ്റ്റ് വല അല്ലേ? ഫസ്റ്റ് വല വയമ്പ്. ഇതേ കണക്ക് ഒരു 10 വല 20 വല വീശാൻ നേരത്ത് ഒരു കരക്കുള്ള മീൻ കിട്ടുമല്ലോ അണ്ണാ. ചിലപ്പോൾ നമ്മൾ ഒറ്റ വലയ്ക്ക് തന്നെ 50 കിലോ മീൻ കിട്ടും, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. അതാണ് ഈ മീനിൻ്റെ കാര്യം. അതാ ഒറ്റ വീശ തന്നെ ചിലപ്പോൾ 50 കിലോ കയറി വരും.
ഇല്ലെങ്കിൽ നമ്മളൊരു 100 വല വീശിയാലും അനിയപ്പാണ്ണ 1 വല കൂടെ വീശി കണ്ടിട്ടാ. ഇല്ലെങ്കിൽ നമ്മൾ 100 വല വീശിയാലും ചിലപ്പോൾ ഒരു കരയ്ക്ക് പോലും കിട്ടത്തില്ല. മീൻ കയറി വരുന്നൊരു സമയമുണ്ട്. ഈ മഴ ഇങ്ങനെ പെയ്ത് കഴിഞ്ഞൊരു ശകലം വെയിലുണ്ടെങ്കിലുണ്ടല്ലോ മീൻ കയറി വരും. അതൊക്കെ ഒരു ഒറ്റ വീശിൽ തന്നെ നമുക്കൊരു 10,000 രൂപയുടെ മീനൊക്കെ ചില ദിവസം മാത്രം, വർഷത്തിൽ 1-2 ദിവസം മാത്രം. എപ്പോഴും അങ്ങനെ ഇല്ല. അഞ്ചെട്ട് 10 വയമ്പുണ്ട് കേട്ടോ. പക്ഷേ പോള ചീഞ്ഞ് കിടക്കുന്നതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നും കിട്ടത്തില്ല. പോള ചീഞ്ഞ് കിടക്കും അല്ലേ? തള്ളി തെളിഞ്ഞ് നല്ല വെള്ളം വരണം. ആ, നമ്മുടെ ഇനി 1-2 കിഴക്കൻ വെള്ളമൊക്കെ പറഞ്ഞു. ഇപ്പം മറ്റേ പോളയെല്ലാം ചീഞ്ഞ് താഴത്തോട്ട് ഇരുന്നതിൻ്റെ ഒരു ഇതുണ്ട്. ഇനിയിപ്പോൾ ഒരുമാതിരി വാടിയ പോളയാണെങ്കിൽ തന്നെ ഈ മഴ പെയ്യുമ്പോൾ അവൻ ഉഷാറായി അവൻ ഒന്നും കൂടെ പച്ചപ്പ് പിടിച്ചങ്ങ് പോകും. നാല് പേരാ ഇവിടെ വീശാനായിട്ട് കേട്ടോ. അതെ, കുട നിർത്തി വിളി. നമ്മൾ അങ്ങോട്ടുള്ള ഒഴുക്കിന്റെ ശക്തി കുറയാനായിട്ടാണ് നമ്മൾ ആ ഇങ്ങോട്ട് ഇത് ഈ ഇവരുടെ കോട്ടയുടെ കാശങ്ങളാണ് എനിക്ക് പോകാൻ പറ്റുമോ? അതിന് ആരെങ്കിലും കൊണ്ട് കൊടുത്തൊരു ഓർഡർ വാങ്ങിച്ചോ, ഞാൻ പോവും. അയ്യോ വയ്യ, നിങ്ങളെ ഇന്ന് വിടത്തല്ലേ? മോട്ടർ നിർത്തിയാ? മോട്ടർ നിർത്തിയാ? അപ്പൊ അന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. ആ വലയ്ക്കാ 7,000 രൂപ. നല്ല ഹെവി മഴയാ കേട്ടാ, നല്ല മഴയാ. മാർപ്പാടൻ 3 വലക്കാറ്. ഓ, ആ പോളയിലും ചെന്ന് ആ അങ്ങോട്ട് മാറി പുറത്ത് മീൻ മറിയുന്നുണ്ടല്ലേ? നമ്മളെ ഒരു വശം പോള പുറത്ത് വീണാലേ ബാക്കിയുള്ള സ്ഥലത്തുള്ള മീനും കൂടെ ആ പോള കിടക്കുന്ന ഭാഗം മണി താഴാനായിട്ട് താമസമായിരിക്കും. വിറപ്പനുണ്ട്, വിറപ്പൻ കേട്ടോ. ആ, ഇത് വിറപ്പനുണ്ട്, വിറപ്പനും ഭയം. ഒരു ചെമ്പല്ലിയുണ്ട് കേട്ടോ. ചെമ്പല്ലി വിറപ്പനാന്ന് പറഞ്ഞിട്ട് അത് വിറയ്ക്കുന്നതാണ്. വിറപ്പൻ ഇത് വയമ്പ്. നമ്മളെ കറണ്ട് പോയി, അപ്പം മോട്ടർ നിന്നിട്ടോ. മോട്ടർ നിന്ന് കഴിഞ്ഞാൽ മീൻ അടുക്കാൻ വലിയ പാടാ.
കൊടക്ക് അല്ലാതെ എന്തോ കിടന്നാണ്ട് വലിക്കുന്നുണ്ട് കേട്ടാ. വയമ്പ വരല എന്താണ്ട് മേളി വന്നു. അടുത്ത വല വീശിയിട്ടുണ്ട്. അവിടെ പോയി അവൻ ഇവിടെ മുതലാ മുങ്ങി പോകുന്നു. അനിയപ്പണ്ട വീശ് കുഴപ്പമില്ലാത്ത വീശ്. സിലോപ്പീറ്ററോ നോക്കി സിലോപ്പീറ്റർ കേട്ടോ കേട്ടാ. ചെറുതാന്നേ ഉള്ളു. ആ മോട്ടർ നിന്ന സമയത്ത് നിർത്തിയ സമയത്ത് അടിച്ചപ്പാണ് ഇപ്പൊ കേറിങ്ങി വന്നു. അനിയപ്പാണ് ഇപ്പൊ കറിക്കൊള്ളയായി. വയമ്പൊക്കെ വെട്ടിക്കഴിയുമ്പോഴേ ഒരു ഇച്ചിരിയാ കാണത്തുള്ളൂ. നോക്കാൻ നേരത്തെ എണ്ണ കൂടുതല അല്ലേ? വയമ്പ് നല്ല നമ്മളെ ഒരു കുഞ്ഞുമത്തിന് അത്ര വലിപ്പമുണ്ട് അല്ലേ വയമ്പ്. നിങ്ങൾ വീശാൻ വന്നതാണോ? വീശാൻ വന്നതാണ്? വീശ് കാണാൻ വന്നതാണ്? എവിടുന്ന് വരുന്നയാ? എവിടുന്ന്? പാലക്കാട്. ഓ രണ്ട് സിലോപ്പി പോകുന്നു. ആട്ടു പാടാ. അത് വീണോ? അത് കുഴപ്പമില്ല. ആ കൊടുക്കൂല. ആണെന്ന് വീശുള്ളതിന്. ഓ പോളപ്പുറത്താണല്ലോ ആ പാക്കായി. എപ്പം വീശാനും പോളപ്പുറത്താവില്ല. ഇടത്ത് വലത്തോട്ട് ചേർത്ത് വലിച്ചാൽ ഇതുണ്ട് ഇതുണ്ട് കോല ഉണ്ട്. ഒരു കോല. ഓ ഇല്ല ഇല്ല ഇല്ല. ഓ അടുത്ത സജിയണ്ണന്റെ ഊഴോ കേട്ടോ. അതെ അടുത്ത സജിയണ്ണന്റെ ഊഴം. എന്നാ പോളെ അങ്ങോട്ട് അടിയും കേട്ടോ. കട്ടണൊക്കെ ഉള്ള വീസാണോ വീശിയ? ആ
അപ്പം നമ്മളെ വീശി പരിപാടി എല്ലാവരും നിർത്തി കേട്ടാ. എല്ലാവരും നിർത്തി, കറണ്ട് പോയി, മോട്ടറൊക്കെ നിന്ന്. അപ്പോൾ എല്ലാവരും പരിപാടി നിർത്തി. അപ്പം നമ്മളെ കാഴ്ചക്കാർക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, മഴ പെയ്യുമ്പോൾ ഏതാണ്ട് മീൻ അങ്ങ് കുമിക്കുവാണ്, കുട്ടനാട്ടിൽ ഇഷ്ടം പോലെ മീൻ പിടിച്ച് കയറ്റുവാണ് എന്ന് ധാരണ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതേ കണക്ക് 1-2 പേർക്കൊക്കെ വീശി ഇങ്ങനെ മീൻ കിട്ടുമെന്നല്ലാതെ, അത് കൂടുതൽ മീൻ വീശി കിട്ടുമെന്നല്ലാതെ ഈ ഒരുപാട് മീൻ അത് 1-2 ചെറിയ ഒരു വെയിലുണ്ടെങ്കിൽ മീൻ കയറി വരും, വയമ്പ് അറിഞ്ഞില്ല അതെല്ലാം കയറി വരും. അപ്പം ഇന്നത്തെ പരിപാടി നിർത്തി. ഇപ്പം 4 പേരും വീശി കുഴഞ്ഞ്. അവരിപ്പം അനിയപ്പാണ്ണൊക്കെ ഒരു 10-100 വല വീശിയിട്ടുണ്ടോ അണ്ണാ? അനിയപ്പാണ്ണൊക്കെ 10-100 വല വീശിയിട്ടുള്ള മൊത്തം ഉള്ളതാണ്. 2 വലയോ കണ്ട? അതെ, 2 വലക്ക് വീശിയിട്ട് ഉള്ളതായിരിക്കും. ഇപ്പം സജീവനെ ഇപ്പം വന്നേ ഉള്ളു. അപ്പം കറണ്ട് പോവുകയും ചെയ്ത് കിട്ടിയാ. അപ്പം ഇത് നമ്മുടെ പച്ച കിട്ടിയതാ, മാറപ്പാണ്ട് കിട്ടിയതാ. പോവാണ കറണ്ട് പോകാനാണോ അതോ നിർത്തിയാണോ? കറണ്ട് പോകാൻ. പിന്നെ നമ്മുടെ സജിയന്റെ പാത്രത്തിൽ സജിയന്റെ പാത്രത്തിലുള്ള അണ്ണൻ 2-3 വല വീശിയ. അപ്പം ഇവിടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.